ഫത്തുഹുൽ മുഈനിൽ പറഞ്ഞൊരു മസാല പറയാം. ഞാൻ ആ മസാല ഒരു 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 ചിത്രീകരണ രൂപത്തിൽ പറയാണ്, വേഗം ബോധ്യപ്പെടുന്ന രീതിയിൽ. നമ്മളെ വീട്ടിൽ നിന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന ഒരു ബക്കറ്റ്, ആ ബക്കറ്റിൽ അല്പം വെള്ളമുണ്ട്. ആ ബക്കറ്റിലേക്ക് ഒരു നായ തല ഇങ്ങനെ താഴ്ത്തി നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. നമ്മുടെ സൗണ്ട് കേട്ടപ്പോൾ ആ നായ തല ഉയർത്തി. അപ്പോൾ നമ്മൾ അതിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ മുഖം ഇവിടെ അല്പം നനഞ്ഞിട്ടൊക്കെ ഉണ്ട്, ചെറിയ നനവും കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ബക്കറ്റിലെ വെള്ളം നജസാണോ അല്ലേ? എന്താ മറുപടി? അവിടെ ഇസ്ലാമിൻ്റെ തീരുമാനം ഫത്തുഹുൽ മുഈൻ പറയുന്നുണ്ട്, ആ വെള്ളം നജസല്ല. എന്താ അതിൻ്റെ കാരണം? ആ നായയുടെ തല അതിൽ മുട്ടിയത് നമ്മൾ കണ്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ, നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നെ ആ മുഖം നനഞ്ഞതോ, അത് വേറെ എവിടെന്നെങ്കിലും വേറെ വല്ല വെള്ളത്തിലും തലയിട്ട് നായ വന്ന് ആ നനവുമായി വന്ന് ഈ ബക്കറ്റിലേക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കിയതായിരിക്കും, തല താഴ്ത്തി നിന്നതായിരിക്കും. അതിൻ്റെ മുഖം അതിൽ മുട്ടി എന്ന് നമുക്ക് 100% ബോധ്യമില്ലാത്തത് കൊണ്ട് ആ വെള്ളം ഉപയോഗിക്കൽ അനുവദനീയമാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നമ്മുടെ മനസ്സിലെ നല്ല മികച്ച ധാരണയുണ്ട് നജസായി എന്ന്. എങ്കിൽ പോലും നമ്മൾ നന്നായി ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നജസ് ആവാതിരിക്കാനുള്ള വല്ല പഴുതുണ്ടെങ്കിൽ നജസ് അല്ല എന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ മസാല ഫത്തുഹുൽ മുഈനിൽ പറഞ്ഞതാണ്. അപ്പോൾ നജസിന്റെ വിഷയത്തിൽ അമിതമായി ചിലർ കണിശത വെച്ച് പേടിക്കാറുണ്ട്. ഇത് നജസ് ഗൗരവമല്ല എന്നൊന്നും അല്ല പറഞ്ഞത്, പക്ഷെ അമിതമായി ശ്രദ്ധിച്ച് അതിൻ്റെ പേരിൽ നിസ്കാരം ഒഴിവാക്കുക, ഖളാ ആക്കുക, ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല.